everyone, this is Basil. Welcome to I Plus Training Solutions. നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് ജികെയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയ നാഷണൽ പാർക്സിനെ കുറിച്ചാണ്. നാഷണൽ പാർക്സ് സാധാരണഗതിയിൽ നമ്മളുടെ എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യ പാറ്റേൺ എങ്ങനെയാണ് എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളുടെ എക്സാമുകൾക്ക് ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളോട് ഇങ്ങനെയായിരിക്കും എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതായത് the state in which the Jim Corbett National Park is located. എവിടെയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ആൻഡ് they may give options like രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് ആണല്ലോ. ഇത്രയും ഓപ്ഷൻസും നമുക്ക് അവർ തരും. സോ നമ്മളുടെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉത്തരാഖണ്ഡിനെ കുറിച്ചാണ്. ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ബംഗാൾ ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അതായത് എക്സാമിന് ചോദിക്കും, ജിം കോർബറ്റ് നാഷണൽ പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ നാഷണൽ ആനിമലായ ബംഗാൾ ടൈഗർ ആണ്. നമ്മൾ സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും സ്റ്റാറ്റിക് ജി കെ പാറ്റേണുകൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജി കെ പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ കണക്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എന്താണ് വിഷ്വലൈസേഷൻ കണക്റ്റിംഗ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം മൈൻഡിൽ വിഷ്വൽ ചെയ്ത് കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു പാറ്റേൺ ആണ്. അങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണ്? നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. അതല്ലാതെ നമ്മൾ പഠിക്കുകയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലാണ്, ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലാണ്, അല്ലെങ്കിൽ ഗിർ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഗുജറാത്തിലാണ് എന്ന് കാണാപ്പാടം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എക്സാം ഹോളിൽ ചെല്ലുമ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്തുമായിക്കോട്ടെ, ഇപ്പൊ ഗിർ നാഷണൽ പാർക്ക്, ഗിർ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും മനസ്സിലായേ? ഗിർ ആണ്. സോ ഗിർ ആരായിരിക്കും ഗിർ എന്നിടുന്നത്? ഇറ്റ് ഈസ് ലയൺ. സോ ഗിർ നാഷണൽ പാർക്കിലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ജീവി എന്താണ്? ലയൺ ആണ്. ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നിരിക്കുന്ന ഓപ്ഷൻ സ്റ്റേറ്റ് ഏതായിരിക്കും? ഇറ്റ്സ് ഗുജറാത്ത്. ഗിർ ഗുജറാത്ത്. സോ നമ്മളുടെ ലയൺ. ഇങ്ങനെ എളുപ്പത്തിൽ കണക്ട് ചെയ്ത് വെക്കാം. ദിസ് ഈസ് കണക്ടിങ് ഇൻ വിഷ്വലൈസേഷൻ പാറ്റേൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട കണക്ഷൻസ് ആണ്. ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത് വിഷ്വലൈസേഷൻ മെത്തേഡിൽ എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. വെൽ, സോ ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് 6 നാഷണൽ പാർക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നമ്മളുടെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇപ്പോൾ നമുക്ക് എക്സാമിന് വന്നൊരു ചോദ്യമായിരുന്നു. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇറ്റ്സ് ഉത്തരാഖണ്ഡ്. ഞാൻ ഇന്നിപ്പോൾ ഈ പഠിപ്പിക്കുന്ന മുഴുവൻ ഉത്തരാഖണ്ഡിലെ നാഷണൽ പാർക്കുകളാണ്. നന്ദാദേവി നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, ഗംഗോത്രി നാഷണൽ പാർക്ക്, ഗോവിന്ദ നാഷണൽ പാർക്ക്. ഇത്രയും നാഷണൽ പാർക്കാണ് നമുക്കുള്ളത്. വെൽ, സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. വെൽ, സോ നമ്മുടെ ക്ലാസ്സിലെ ഒരു സുന്ദരനായ ചെക്കനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സുന്ദരനായ ഒരു ചെക്കനുണ്ട്. രാജകുമാരനെ പോലെയാണ് ചെക്കൻ. നമ്മുടെ ചെക്കൻ രാജകുമാരനെ പോലെയാണ് ഇരിക്കുന്നത്. രാജകുമാരനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് ആ ചെക്കൻ്റെ പേര് രാജ് എന്നാണ്. ആണല്ലോ. രാജകുമാരനെ പോലെ ഇരിക്കുന്ന രാജ് എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരനെ യു ജസ്റ്റ് ഇമാജിൻ. നിങ്ങളുടെ കൂട്ടുകാരനെ ഓർത്തോ? രാജ് എന്ന് പറയുന്ന കൂട്ടുകാരൻ രാജകുമാരനെ പോലെ ഇരിക്കാണ്. സുന്ദരനാണ്, സുമുഖനാണ്, രാജകുമാരനാണ്. രാജകുമാരന് ഒരു ബെസ്റ്റി ഉണ്ടായിരുന്നു. ആണല്ലോ. സോ ഹി ഹാസ് എ ബെസ്റ്റി, ബോസം ഫ്രണ്ട്. ഇംഗ്ലീഷിൽ ബെസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബോസം ഫ്രണ്ട് ആണ് നമ്മൾ വൊക്കാബുലറിയിലേക്ക് നമ്മൾ ചോദിക്കാറുണ്ട്. ബോസം ഫ്രണ്ട് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ. അപ്പോൾ രാജിനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്തായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലായ്പ്പോഴും ഉത്തരം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആണല്ലോ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം സൊല്യൂഷൻ തേടി പോകുന്നത് നമ്മുടെ ബെസ്റ്റിയുടെ അടുത്തോണ്ടായിരിക്കും. സോ നമ്മുടെ രാജിനും അതുപോലെ ഒരു ബെസ്റ്റി ഉണ്ടായിരുന്നു. ബെസ്റ്റിയുടെ പേര് ഉത്തരം തരുന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പെങ്കൊച്ചിന്റെ പേര് ഉത്തര എന്ന് പറയുന്ന പെങ്കൊച്ച് ആണ്. സോ ഉത്തര എന്നാണ് നമ്മുടെ രാജിന്റെ ബെസ്റ്റിയുടെ പേര് എന്ന് പറയുന്നത്. ഉത്തരയാണ്. ഉത്തര. ഡീൽ സെറ്റ്. ഓക്കെ. രാജ് ഒരു ദിവസം ക്ലാസ്സിൽ വന്നപ്പം ക്ലാസ്സിൽ പുതിയതായിട്ട് ഒരു പെങ്കൊച്ച് വന്നു. പെങ്കൊച്ചിന്റെ പേര് നന്ദ എന്നാണ്. നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച നന്ദന എന്ന് പറയുന്ന പെങ്കൊച്ചിനെ, അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്ന പെങ്കൊച്ചിനെ, ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കിക്കാം. അപ്പം നമ്മുടെ രാജിന് ക്രഷ് അടിച്ച പെങ്കൊച്ചിന്റെ പേര് ദേവിയാണ്, ഉത്തരയാണ്. ദേവിയെ പോലെ ഐശ്വര്യമുള്ള പെങ്കൊച്ചാണ്. സോ നമ്മളുടെ നന്ദയാണ് നമ്മളുടെ പെങ്കൊച്ച് നന്ദാദേവി. നന്ദാദേവി എന്ന് പറഞ്ഞ പെങ്കൊച്ചിനോടാണ് ആർക്ക്? നമ്മളുടെ രാജിന് ക്രഷ് അടിച്ചത്. സോ നന്ദാദേവി. വെൽ, അങ്ങനെ ക്രഷ് അടിച്ചപ്പോൾ തന്നെ നമ്മുടെ രാജു
നന്ദാദേവിയുടെ അടുത്ത് ചെന്നിട്ട് ദേവി നീയാണ് എൻ്റെ സങ്കല്പത്തിലെ ദേവി, നീയാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു. ചെക്കൻ്റെ ക്ലീശ ഡയലോഗ് കേട്ടിട്ടായിരിക്കും നന്ദാദേവി മൈൻഡ് പോലും ചെയ്തില്ല. എന്ത് ചെയ്യും? നമുക്ക് കഷടിച്ച് നമ്മൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് സെറ്റായാലും നമ്മൾ എന്ത് ചെയ്യും? അപ്പം തന്നെ നമ്മൾ നമ്മുടെ ബെസ്റ്റിയുടെ അടുക്ക പോകും ആണല്ലോ. അങ്ങനെ നമ്മുടെ ബെസ്റ്റിയായ ഉത്തരയുടെ അടുത്തോട്ട് ആര് പോയി? രാജു പോയി. ഉച്ചയെടുക്കുമ്പോൾ ഉത്തരം തരൂ ഉത്തര. അവള് വീണില്ല ഉത്തര, എന്നാ ചെയ്യും എന്ന് ചോദിച്ചു. നമ്മുടെ ഉത്തരയാണെങ്കിൽ ആ സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കരുത്. ഏത് സിനിമയാണെന്നറിയോ? നമ്മളുടെ അല്ലു അർജുന്റെ ബദ്രിനാഥ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബദ്രിനാഥ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലു അർജുന്റെ ബദ്രിനാഥിൽ അല്ലു അർജുൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു സീനാണ് ഉത്തര കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതായത് ഒരു താഴ്വരയുടെ താഴെ പോയി നമ്മുടെ അല്ലു അർജുൻ കുറച്ച് പുക്കളായിട്ട് വന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനാണ് ബദ്രിനാഥ് സിനിമയിൽ കാണുന്നത്. അതുപോലെ തന്നെ അപ്പം തന്നെ ഉത്തരം എന്ത് പറഞ്ഞു? ഉത്തര എന്നുള്ള പേര് ഉത്തരം കൊടുത്തല്ലേ പറ്റൂ. ഉത്തരം രാജ്ഞി ഒരു കാര്യം ചെയ്യ്, താഴ്വരയുടെ താഴെ പോയി കുറച്ച് പൂക്കൾ കൊണ്ടുവരിക. ആ പൂക്കൾ കൊണ്ട് നമ്മളുടെ ആർക്ക് കൊടുക്കാൻ? ദേവിക്കൊന്ന് കൊടുത്തു നോക്ക്, ദേവി ചിലപ്പോൾ സെറ്റായാലോ എന്നുള്ളത്. രാജ് ഉത്തര പറയുന്നതും കേട്ട് അപ്പം തന്നെ താഴ്വരയുടെ താഴെ പോയി പൂക്കളൊക്കെ ആയിട്ട് എങ്ങോട്ട് ചെന്ന് നമ്മളുടെ നന്ദാദേവിയുടെ അടുത്തോട്ട് ചെന്ന്. അങ്ങനെ നന്ദാദേവിക്ക് പൂക്കൾ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദാദേവി അപ്പോഴും ഇവനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ പാവം പിടിച്ച നമ്മളുടെ രാജ് പിന്നെയും സങ്കടത്തിലായി. ഇനി എന്നാ ചെയ്യും? എന്ത് ചെയ്യും? നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ ആരുടെ അടുക്ക പോകും? വീണ്ടും നമ്മൾ ഉത്തരൻ്റെ അടുക്ക പോയി. ഉത്തര ഇത്തവണയും സെറ്റായില്ല. താഴ്വരയുടെ താഴെ പോയി പൂക്കൾ പറിച്ചു, നീ പറഞ്ഞ പോലെ ബദ്രിനാഥ് കണ്ടു, എന്നിട്ടൊന്നും സെറ്റായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തവണ നമ്മളുടെ ഉത്തര കണ്ടുകൊണ്ടിരുന്ന സിനിമ ഒരു മലയാളം പടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ മെഗാസ്റ്റാർ മോഹൻലാലിന്റെ കാക്കക്കുയിലാണ്. കാക്കക്കുയിലെ പാട്ടിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശ്വേതാമേനോനും മോഹൻലാലും മുകേഷും ഒക്കെ ആയിട്ടുള്ള പാട്ട് ആളാരെ ഗോവിന്ദ എന്ന് പറഞ്ഞ പാട്ട്, ഗോവിന്ദ എന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ യൂട്യൂബിൽ കയറി ആ പാട്ട് കേട്ടു. സൂപ്പർ പാട്ടാണ്. ഗോവിന്ദ എന്ന് പറഞ്ഞ മോഹൻലാല് പാടുന്ന പാട്ടാണ്. ആക്ച്വലി MG ശ്രീകുമാറാണ് മോഹൻലാലിന് വേണ്ടി പാടി. സോ ഇത്തവണ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ ഉത്തരടുക്ക ചെന്നിട്ട് എന്ത് പറഞ്ഞു? ഉത്തര ഇത്തവണ സെറ്റായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉത്തരം എന്ത് പറഞ്ഞു? നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പാട്ട് പാടിക്കൊടുക്ക്. പാട്ട് പാടുന്ന ചെക്കന്മാരെ പെങ്കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടി വീഴാത്ത ഒരു പെങ്കൊച്ചും ഇല്ല, നീ തൽക്കാലം പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉത്തരയോട് രാജു ചോദിക്കും, ഞാൻ ഏത് പാട്ട് പാടണം? അപ്പൊ ഉത്തര പോയി ചെക്കൻ വലിയ ശല്യമാണല്ലോ, എന്ത് ചെയ്യും എന്നാണ് എൻ്റെ ചിന്ത. ഉത്തരയോട് ചോദിച്ചപ്പോൾ ഉത്തര പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ ആലാരെ ഗോവിന്ദ അല്ലെങ്കിൽ ഗോവിന്ദ എന്നാണ് പാട്ട് പാടാൻ പറഞ്ഞു. ചെക്കൻ അന്ന് തന്നെ പോയി വെള്ളത്തിൻ്റെ അവിടെ പോയി സ്വാതകമൊക്കെ ചൊല്ലി പാട്ടൊക്കെ പാടി നമ്മളുടെ നന്ദാദേവിയുടെ അടുക്ക ചെന്നു. ദേവി എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്ത് ചെന്നിട്ട് പറഞ്ഞു മറ്റേ പാട്ട് പാടി, ഗോവിന്ദ എന്ന് പറയുന്ന പാട്ട് കേട്ടപ്പം നമ്മളുടെ ഉത്തര പറഞ്ഞ പോലെ നന്ദ ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റായി. പാട്ട് കേട്ട അപ്പം തന്നെ നന്ദ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എൻ്റെ സങ്കല്പത്തിലെ ചെക്കൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കണം, അതായത് മസിലൊക്കെ ഉണ്ടായിരിക്കണം. പാവം നമ്മളുടെ രാജ് മസിലൊന്നുമില്ല. വീണ്ടും രാജ് എന്ത് ചെയ്തു? വീണ്ടും ബെസ്റ്റിയുടെ അടുക്ക പോയി, ഉത്തരയുടെ പോയി. ഉത്തര മസിൽ വേണോ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മസിൽ ഉണ്ടാക്കാൻ നമ്മൾ എവിടെ പോവും? എവിടെ പോവും? ഇവിടെ അല്ലേ പോന്നേ? ജിമ്മിലല്ലേ പോന്നേ? ആണ്. അങ്ങനെ നമ്മളുടെ ഉത്തര പറഞ്ഞത് കേട്ട് നമ്മൾ ജിമ്മിൽ പോയപ്പോൾ അവനോട് ഉത്തര പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ബൈസെപ്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നീന്തുന്നത് നല്ലതാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ പാർക്കായ ഗംഗയിൽ പോയി ഒന്ന് നീന്തുന്നത് നല്ലതാണ്, കുറച്ച് ശുചിത്വമൊക്കെ വരികയും ചെയ്യും, നന്നാവുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഗംഗയിൽ പോയി നീന്താനും പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗംഗയിലൊക്കെ പോയി നീന്തി അവരിപ്പോൾ സുന്ദരമായി സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ നാഷണൽ പാർക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമുക്കിത് പഠിക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ യു കൻ ഈസിലി കണക്ട് ദിസ് പാറ്റേൺ from these type of stories. When you connect these type of stories, then you can easily identify the pattern. Well, so നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉത്തരാഖണ്ഡ് നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാന്നുള്ളത്. നമ്മുടെ ചെക്കൻ സുന്ദരനാണ്, സുമുഖനാണ്, രാജകുമാരനെ പോലെയാണെന്ന് പറഞ്ഞു. സോ രാജ് represents രാജാജി നാഷണൽ പാർക്ക്. രാജാജി നാഷണൽ പാർക്ക് ഇന്ത്യ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. രാജാജി നാഷണൽ പാർക്ക് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. സോ രാജകുമാരനെ പോലുള്ള നമ്മുടെ രാജന്റെ ബസ്റ്റിയുടെ പേര്
എല്ലായ്പ്പോഴും ഉത്തരം നൽകുന്ന ബസ്റ്റിയുടെ പേര് ഉത്തരാഖണ്ഡ്. ഇനി കിട്ടൂല്ലോ ഉത്തരാഖണ്ഡ്. സോ നമ്മൾ ഇന്ന് ഈ പഠിക്കുന്ന മുഴുവൻ ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് ഉത്തരാഖണ്ഡ്. So they may ask questions like this. Rajaji National Park is situated in which state? Then you can easily connect that. It is in Uttarakhand. ഉത്തരാഖണ്ഡിലാണ് രാജാജി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഡീലാണ്. സോ ഉത്തരാഖണ്ഡ്, അതിനാണ് നമ്മൾ പെങ്കുച്ചുത്തരയെ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ നായിക വരികയാണ്. നായിക ദേവി ചൈതന്യമുള്ള പെങ്കുച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദേവി നീയ ജീവാ സ്വപ്നം എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി നമ്മൾ ആദ്യമേ അങ്ങോട്ട് ചെന്നതാണ്. പക്ഷെ അന്നേരം വീണില്ല, കാരണം പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. സോ ഡു പ്രാക്ടീസ്, എന്നാൽ മാത്രമേ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. സോ ഇവിടെ അവിടെ ചെന്ന് ദേവി നീയാണ് എന്റെ ജീവിതത്തിന്റെ സങ്കല്പം എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നു. നന്ദ മൈൻഡ് പോലും ചെയ്തില്ല. നന്ദാദേവി സി നന്ദാദേവി നാഷണൽ പാർക്ക്, അല്ലെങ്കിൽ നന്ദനെ ഓർക്കാൻ ഞാൻ പറഞ്ഞു. നന്ദാദേവി നാഷണൽ പാർക്ക് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് അതും ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. സി എങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, നിങ്ങളിപ്പോൾ നാഷണൽ പാർക്ക് പഠിച്ച് ചിലപ്പോൾ അവർ ചോദിക്കാണ് നന്ദാദേവി ഹിൽസ് ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ, നന്ദാദേവി ഹിൽസ് ഈസ് ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. നന്ദാദേവി ഹിൽസ് സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡിൽ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ നന്ദാദേവി ഹിൽസ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. അങ്ങനെ പെങ്കുച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി ബദ്രിനാഥ് സിനിമ ഉണ്ടല്ലോ, നമ്മൾ ബദ്രിനാഥിലെ താഴ്വരയിൽ പോയി. താഴ്വര, ഇംഗ്ലീഷ് ഗിവ് മീ ദ വേർഡ് താഴ്വര. യെസ് ഇറ്റ് ഈസ് വാലി. സോ വാലി, താഴ്വരയിൽ പോയി പൂക്കളാണ് നമ്മൾ പഠിച്ചത്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. So they may ask questions like this. Valley of National Park is situated in which state? Then you can easily connect that. It is from Uttarakhand. So ഉത്തരാഖണ്ഡിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലാണ്. സോ ഉത്തരാഖണ്ഡ്. അങ്ങനെ പൂക്കൾ ചെന്നിട്ട് സെറ്റായോ? പ്രപ്പോസ് ചെയ്തിട്ട് ഡീലായോ? ഇല്ല. പ്രപ്പോസ് ചെയ്തിട്ടും നമുക്ക് ഡീലായില്ല. സോ പിന്നെ എന്ത് ചെയ്തു? നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടും ഡീലാവാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഈ പറയുന്ന നന്ദാദേവിയുടെ കാര്യം വീണ്ടും പോയി ആരോട് പറഞ്ഞു? നമ്മുടെ ഉത്തരയോട് പറഞ്ഞു. ഉത്തര പൂക്കളൊന്നും വീണിട്ടും സെറ്റായില്ല. അപ്പം നമ്മുടെ ഉത്തര കണ്ടുകൊണ്ടിരുന്ന സിനിമ ഏതായിരുന്നു? അപ്പം നമ്മുടെ ഉത്തര കണ്ടുകൊണ്ടിരുന്ന സിനിമ കാക്കക്കുയിലായിരുന്നു. പാട്ട് ഏതാണ്? ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. സി ഗോവിന്ദ നാഷണൽ പാർക്ക്. They may ask questions like this. Govinda National Park is situated in which state? It is in Uttarakhand. So Govinda National Park. So Govinda National Park is situated in Uttarakhand. ഉത്തരാഖണ്ഡാണ് ഗോവിന്ദ നാഷണൽ പാർക്ക് എന്ന് കിട്ടിയല്ലോ. ആൻഡ് നമ്മളെങ്ങനെ പാട്ടൊക്കെ പാടി അവിടെ ചെന്ന് ഗോവിന്ദ ഗോവിന്ദ പാടി അവിടെ എത്തിക്കഴിഞ്ഞപ്പം പെങ്കുച്ചിന് സെറ്റായി. പെങ്കുച്ച് എന്നാ പറഞ്ഞു? സി എൻ്റെ സങ്കല്പത്തിലെ ചെക്കന് എന്നാ വേണമെന്നാ പറഞ്ഞേ? ജിമ്മായിരിക്കണം എന്നാണ് പറഞ്ഞത്. ആണല്ലോ, സങ്കല്പത്തിലെ ചെക്കൻ ജിമ്മാകണം എന്നാണ് പറഞ്ഞത്. സങ്കല്പത്തിലെ ചെക്കൻ ജിമ്മാകണം എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. സോ ജിം 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 ജിം. സി ജിം 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 ജിം. ആക്ച്വലി ജിമ്മിന്റെ സ്പെല്ലിങ് ദിസ് ആണ്. ബട്ട് ജിം തൽക്കാലം നമുക്ക് ഇങ്ങനെ ഓർക്കാം, കാരണം നമുക്ക് ഇവിടെ കിട്ടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ആണല്ലോ, ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് നമുക്ക് കിട്ടുന്നത്. സോ ജിം കോർബറ്റ്, ഐ ഓൾറെഡി സെഡ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു വറി അബൌട്ട് സ്പെൽസ്. നിങ്ങൾ സ്പെൽസിനെ കുറിച്ച് ഒന്നും ഓർക്കണ്ട. തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ യു ക്യാൻ പിക്ക് എന്നുള്ളതാണ് നമ്മുടെ ഒരു പാറ്റേൺ. സോ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. ഇതായിരുന്നു നമ്മുടെ എക്സാമിനേഷന് ചോദിച്ച ചോദ്യം. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ചോദിച്ചത്. സോ ഫ്രം ദാറ്റ് പാറ്റേൺ ഇസ് ഉത്തരാഖണ്ഡ് ആണ് എന്നുള്ള കാര്യം ഖണ്ഡം ഓർത്താൽ മതി. ഖണ്ഡമാണല്ലോ, ഖണ്ഡ് പാട്ടാണ് നമ്മൾ പാടിയത്, പട്ടുപാടിയാണ് നമ്മൾ വീഴ്ത്തിയത്. ഖണ്ഡത്തിൽ നിന്നാണ് നമ്മൾ പാട്ട് പാടിയത്. അല്ലെങ്കിൽ ഇനി ഉത്തർപ്രദേശ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഉത്തർപ്രദേശ് വന്ന് കൺഫ്യൂസ്ഡ് ആവണ്ട. സോ ഉത്തരാഖണ്ഡ്, ഖണ്ഡത്തിൽ നിന്ന് പാട്ടുപാടി നമ്മൾ ഉത്തര പറഞ്ഞത് കേട്ട് സെറ്റാക്കി. ഉത്തര പറഞ്ഞു. പിന്നെന്താ ഉത്തര പറഞ്ഞ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ, ഇന്ത്യയുടെ നാഷണൽ റിവറായ ഗംഗയെ നീന്താൻ പറഞ്ഞു. ഇന്ത്യയുടെ നാഷണൽ റിവറായ ഗംഗയെ നീന്താൻ പറഞ്ഞു. ഗംഗോത്രി നാഷണൽ പാർക്ക് ആണല്ലോ. ഗംഗോത്രി നാഷണൽ പാർക്ക്. ഗംഗോത്രി നാഷണൽ പാർക്കും ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. സോ ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പറയുന്ന പാറ്റേണുകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഓർക്കി തിരിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചെക്കൻ സുന്ദരനാണ്, രാജകുമാരനെ പോലെ ഇരിക്കുന്നു. രാജ് നിങ്ങൾ തന്നെ പറയൂ. രാജാജി നാഷണൽ പാർക്ക്. സോ രാജാജി നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. രാജാവിനെ കൊല്ലിരിക്കുന്ന, രാജകുമാരനെ പോലെ ഇരിക്കുന്ന നമ്മളുടെ ആജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡാണെന്ന് പറഞ്ഞു. നമ്മുടെ ബെസ്റ്റിയുടെ പേര് എല്ലായ്പ്പോഴും ഉത്തരം തരുന്ന ഉത്തരാഖണ്ഡാണ്. ഈ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് കിട്ടണ്ടേ? ഈ പഠിപ്പിച്ച നാഷണൽ പാർക്കുകളെല്ലാം ഉത്തരാഖണ്ഡിന്റെ നാഷണൽ പാർക്കാണ്. സോ രാജാജി നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. നമ്മുടെ പെങ്കുച്ചിന്റെ പേര് ദേവിയെ പോലിരിക്കുന്ന പെങ്കുച്ച്, ദേവി ചൈതന്യമുള്ള പെങ്കുച്ച്. നന്ദാ ദേവി നാഷണൽ പാർക്ക്. സോ നന്ദാ ദേവി നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ
സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. അങ്ങനെ നന്ദയെ പോലെ ഇരിക്കുന്ന നമ്മുടെ പെങ്കുച്ച്, നന്ദയെ പോലെ ഇരിക്കുന്ന ദേവിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പൂക്കൾ പറിക്കാൻ പോയി. പൂക്കൾ പറിക്കാൻ പോയത് താഴ്വരയിലാണ്. താഴ്വര വാലിയാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിൽ ചെന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത്? വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിൽ എത്തിയതിനു ശേഷം അവിടെ ചെന്ന് നമ്മൾ വീണ്ടും സെറ്റായില്ല. വീണ്ടും നമ്മൾ ആരെ കാണാൻ പോയി? ഉത്തരെ കാണാൻ പോയി. ഇത്തവണ നമ്മളോട് ഉത്തര പറഞ്ഞത് എന്തായിരുന്നു? ഉത്തര പറഞ്ഞത് പാട്ട് പാടാനായിരുന്നു നമ്മളോട് പറഞ്ഞത്. പാട്ട് ഗോവിന്ദ പാട്ട് എന്ന് പറഞ്ഞ പാട്ടായിരുന്നു. നമ്മൾ കാക്കക്കുയിലെ പാട്ടൊക്കെ പാടി ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയുന്ന പാട്ടൊക്കെ പാടിയിട്ടാണ് ചെന്നത്. സോ ഗോവിന്ദ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ഉത്തരാഖണ്ഡിൽ തന്നെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. സോ ഗോവിന്ദ നാഷണൽ പാർക്ക് ഈസ് ഓൾസോ സിറ്റുവേറ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. അങ്ങനെ ഗോവിന്ദ പാട്ടൊക്കെ പാടി നമ്മൾ പോയി. ഗോവിന്ദ നാഷണൽ പാർക്കിലെ പാട്ടൊക്കെ പാടി അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അടുത്ത സംഭവിച്ചത് ഗോവിന്ദ നാഷണൽ പാർക്കൊക്കെ സെറ്റായി, പെങ്കൊച്ചി സെറ്റായി, ഗോവിന്ദ നാഷണൽ പാർക്ക് സെറ്റായി. പക്ഷെ പെങ്കൊച്ചിന്റെ സങ്കല്പത്തിലെ ചെറുക്കൻ എന്ത് വേണമെന്ന് പറഞ്ഞു? മസിൽ വേണം എന്ന് പറഞ്ഞു. ആണല്ലോ, മസിൽ വേണം എന്ന് പറഞ്ഞു. മസിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എവിടെ പോയി? മസിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ പോയി. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്, ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് നാഷണൽ പാർക്ക് ആണല്ലോ. ഉത്തരാഖണ്ഡ് നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉത്തരാഖണ്ഡിലെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, പ്രൊട്ടക്ഷൻ ഓഫ് ബംഗാൾ ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്തത്. അതായത് നമ്മളോട് പോസ്റ്റ് കോവിഡ് സമയത്ത് എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിച്ച ഒരു ചോദ്യ പാറ്റേൺ ആയിരുന്നു ഈ പറയുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ടത്. അതായത് മനുഷ്യനിൽ നിന്ന് ആദ്യമായി ഏത് മൃഗത്തിലേക്കാണ് ഈ പറയുന്ന കോവിഡ് വരുന്നത് എന്ന് നമ്മളോട് പഠിച്ചിരുന്നു. അത് നമ്മളുടെ ഈ പറയുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈഗേഴ്സിനാണ്. അങ്ങനെ നമ്മൾ ടൈഗേഴ്സിനെ അവിടെ കൊണ്ട് ക്വാറന്റൈൻ ചെയ്തു എന്നുള്ളതായിരുന്നു പ്രത്യേകത. സോ പോസ്റ്റ് കോവിഡ് ടൈമിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്കത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ബട്ട് റിമെമ്പർ ദാറ്റ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ബംഗാൾ ടൈഗേഴ്സിനെയാണ്. അങ്ങനെ ജിമ്മിലൊക്കെ പോയി പിന്നെ എവിടെ കൂടെ പോയി? ഗംഗയിലൂടെ പോയി. നമ്മൾ ഗംഗയിൽ പോയി ബൈസിപ്സ് വരാൻ വേണ്ടി ഗംഗയിൽ പോയി നീന്തി. സോ ഗംഗോത്രി നാഷണൽ പാർക്ക്. So these are the important national parks which comes under Uttarakhand. So whenever you study, do study like this pattern. That's all. Thank you.